കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. നിങ്ങളെ ഞാൻ കോഴഞ്ചേരി പട്ടണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തിരുവല്ലായിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് പോകുമ്പോൾ അവിടെ കോഴഞ്ചേരി പാലം, ആ പമ്പയാറിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ആ പാലം നമ്മുടെ, അതായത് അതിൻ്റെ വലത്തുവശത്താണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലത്തുവശത്താണ് നമ്മുടെ മാരാമൺ കൺവെൻഷനൊക്കെ നടക്കാൻ. ആ പാലത്തിലോട്ട് കയറുമ്പോൾ തൊട്ടടുത്ത വശത്തൊരു കടയുണ്ട്. ആ കടയിലോട്ട് നമ്മളിപ്പോൾ പതുക്കെ കയറുമ്പം ഈ മുഖം കാണാം. ഈ മുഖം ആണ്. എന്താ ഈ ഷാജി ബ്രദറിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഡി അഡിക്ഷൻ ഷാജി എന്നാണ്. ഒത്തിരി ഷാജിമാരുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേരെഴുതിയിരിക്കുന്ന ഷാജി ഡി അഡിക്ഷൻ. അതിൻ്റെ കാരണം രണ്ട് കൊണ്ടും ശരിയാവും. ഇദ്ദേഹം എത്ര ഡി അഡിക്ഷൻ സെൻ്ററുകളിലാണ്? 15 ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ 40 തവണ മദ്യപാനം മാറ്റാൻ വേണ്ടി കൊണ്ട് ഇട്ടിട്ടും മദ്യപാനം മാറാഞ്ഞ വ്യക്തി. അവിടെ കോഴഞ്ചേരിയിൽ ഇച്ചിരി പുറകോട്ട് വരുമ്പം വേറൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. ഹെവൻലി ഫീസിൻ്റെ ആരാധന നടക്കുന്ന സ്ഥലത്ത്. അവിടോട്ടും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വിളിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നാട്ട്. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കയറുകയും 15 ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ 40 തവണ പോയിട്ടും, അതും പോലീസുകാർ വണ്ടിയിലൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകായിരുന്നു. ആൾ അവിടുത്തെ മീറ്റിങ്ങിൽ ദൈവവചനത്തിലൂടെ യേശു തമ്പുരാൻ വന്ന് തൊട്ടു. അന്ന് മദ്യപാനം മാറി. ആ സാക്ഷ്യം കേൾക്കാം. നമ്മുടെ കോഴഞ്ചേരി റജി ബ്രദറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതുപോലെ മദ്യത്തിന് അടിമകളായവർക്ക് വേണ്ടി ഒരു ഡി അഡിക്ഷൻ സെൻ്റർ തുടങ്ങി. ആ ഡി അഡിക്ഷൻ സെൻ്റർ ചാർജും ഇദ്ദേഹത്തിനായി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ട് ഇട്ടിട്ടും വിടുതലാകാഞ്ഞാൽ ഡി അഡിക്ഷൻ സെൻ്റർ നടത്തി. അവിടെ വന്ന് അനേകർ വിടുതലായി. ഷാജി ബ്രദറെ, എന്തായിരുന്നു ഈ മദ്യപാനം ആ നിലയിൽ? എനിക്ക് തോന്നുന്നു ഒടുവിൽ ഈ മദ്യപിച്ച് ഭർത്താവ് രക്തഛർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായല്ലേ? എന്തായിരുന്നു അന്നത്തെ ഒരവസ്ഥ? അന്ന് ഞാൻ ആഭിചാരിതമായിട്ട് മുറിയിലോട്ട് കയറി വരുമ്പം ഒരു ഗ്ലാസ് നിറച്ച് മദ്യം ഇരിക്കുക. അത് എടുത്ത് കുടിക്കുന്നത് ഞാൻ കാണുക. കുടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്ലഡ് സ്റ്റെയിൻ അല്ല, കട്ടയായിട്ട് വെട്ടിയാ മുറിയത്തില്ല, അതേപോലുള്ള കട്ടയാണ്. കട്ടച്ചോര. അത് ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുക. വൊമിറ്റ് ചെയ്യാൻ ഓക്കാനോ ഒന്നുമില്ല, ഇതിങ്ങനെ എടുത്തിങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ വായിന്ന് വരുന്നത് ദ്രാവക രൂപത്തിലല്ല, ഈ ബ്ലഡാണ്. അത് നിറച്ച് ബ്ലഡ് കട്ടയായിട്ട് അകത്തുനിന്ന് വരുന്നത്. അകത്തുനിന്ന് വരിക. അപ്പം ഞാനിത് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയന്നു പോയി. അപ്പം ഞാൻ 2 ദിവസത്തേക്ക് മുൻപേ ഇങ്ങനെ ടോയ്ലറ്റിൽ ചെന്ന് നോക്കുമ്പോഴും യൂറിൻ പാസ് ചെയ്യുന്നതും ബ്ലഡാണ് പോകുന്നത്. ബ്ലഡാണ് പോകുന്നത്. അപ്പം എനിക്ക് ഇതെല്ലാം കൂടെ അങ്ങ് ഭയങ്കര പേടിയായി. അപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പേ തൊട്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ഷാജിക്ക് ഇനി അധികം ആയുസില്ല, 3 മാസം കൂടെ കൂടി വന്നാൽ ജീവിച്ചിരിക്കും. അത് പറഞ്ഞത് ഏത് വർഷമായിരിക്കും? 2002. 20 വർഷം കഴിഞ്ഞ് ആണ് നമ്മൾ ഇതിരുന്ന് പറയുന്നത്. മോനെന്ന് എന്നാ പ്രായം? മോനില്ല അന്ന്. മൂത്ത ആളിന് 2.5 വയസ്സേ ഉള്ളൂ. മൂത്ത ആളിന് 2.5 വയസ്സുള്ള എൻ്റെ പൊന്നു. ചുരുക്കി പറഞ്ഞ മോന് ഒന്നും കാണാനുള്ള ഭാഗ്യം ഇല്ല. അപ്പം എനിക്കിത് കണ്ട് ഭയങ്കര ഭീതിയായിപ്പോയി. അപ്പം ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നത് ഈ മദ്യത്തിനകത്തോട്ടാണ്. അപ്പം ഈ 1/2 ഗ്ലാസ് മദ്യം ഈ ഗ്ലാസ്സിനകത്തുണ്ട്, അതിനകത്തോട്ടാണ് ഈ ബ്ലഡ്. അപ്പോഴത്തേന് ഗ്ലാസ് നിറഞ്ഞു. അതും കൂടെ വന്നപ്പോഴത്തേന്, കട്ട ബ്ലഡും കൂടെ വന്നപ്പോഴത്തേന് വേഗം അത് തിരിച്ചു കുടിച്ചു. ഈ ബ്ലഡും മദ്യവും കൂടെ മിക്സ് ആയിരിക്കുന്ന അത് തിരിച്ചു കുടിച്ചു. കാരണം അപ്പം ഞാൻ പറഞ്ഞു, ഷൈജയ അത് ബ്ലഡ് അല്ലേ ഈ കുടിക്കുന്നത്, അതിനകത്ത് ഇത് ലിക്വർ കിടക്കുന്നു, എനിക്കത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഷാജി ബ്രദറെ, എന്തായിരുന്നു അന്ന് ഈ ഒരു ലെവലിലോട്ട് പോകാനുള്ള കാരണം എന്ന് പറയാം?
ഞാൻ ഒരു 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് വിളിച്ച് അതിൻ്റെ നാമധേയത്തിൽ എടത്വ പള്ളിപ്പെരുന്നാളിന് പോയതാണ്. പള്ളിപ്പെരുന്നാളിന് പോയതാണ്. 8ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് എൻ്റെ കൂടെ വന്നത് എന്നെക്കാളും മുതിർന്ന കുറേ ആൾക്കാരായിരുന്നു. അവർ ഈ അവിടുത്തെ സ്റ്റാളെല്ലാം കണ്ട് അവസാനം ഒരു ചെറിയൊരു ഹോട്ടലിലോട്ട് കയറി എന്നെ കൂടെ ക്ഷണിച്ചു. അങ്ങോട്ട് ചെന്നിരുന്നപ്പോൾ അവർ 3 കുപ്പി ബിയറിന് കണ്ട് ഓർഡർ ചെയ്തു. അന്ന് വരെ ഞാൻ കാണാത്തൊരു സാധനമാണ്, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. അപ്പം അവർ എനിക്കൂടെ ഒഴിച്ചു. 1/2 ഗ്ലാസ് എൻ്റെ ഗ്ലാസ്സിൽ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെച്ച് എനിക്ക് ഒഴിച്ചു കുടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ല ഇതൊന്നും ലഹരിയൊന്നുമില്ല, സ്ക്വാഷ് പോലെയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കുടിച്ച. പക്ഷേ അതെ, അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇതെനി എൻ്റെ ഭാവി ജീവിതം തന്നെ അപകടത്തിലാക്കും, വലിയൊരു നരകത്തിലോട്ടാണ് ഞാൻ പോകുന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഇത് വാസ്തവത്തിൽ എന്താ പറയുന്നത്, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ആ ക്യാമറ എടുത്ത മോൻ തന്നെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അനന്തു. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് അനന്തു? 23 വയസ്സുള്ള ആളാ ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ മോൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച മോൻ ഇതുപോലെ ഡ്രഗ്സിനകത്ത് പോയി കുടുങ്ങി. ഒടുവിൽ ജീവിതം മുഴുവൻ തകർന്നു. ഒരു ഭ്രാന്തനെ പോലെയായി. വീട്ടുകാർക്ക് സ്വസ്ഥതയില്ലാതിരുന്ന ചില മാസങ്ങൾക്ക് മുമ്പാണ് ബ്രദർ കോഴഞ്ചേരി ആരാധനയ്ക്ക് വന്ന പോലെ അനന്തു കോട്ടയത്തെ ഒരു വെള്ളിയാഴ്ച മീറ്റിങ്ങിന് വന്നത്. അത്ഭുതപ്പെടുതലായി. ആ അനന്തു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ഒരു കിളിക്കൂടിനകത്ത് നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ആ കോഴഞ്ചേരി പാലത്തിലോട്ട് കൊണ്ടുപോവുക. പോയി ഇടത്തോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു കട കാണാം. ആ കടയിൽ കിളിക്കൂടുകൾ കാണാം. കടയുടെ പേരെന്നാ? തെക്കേത്ത് അക്വേറിയം ആൻഡ് പെറ്റ്സ്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കണ്ടോ കിളിക്കൂടുകളൊക്കെ കണ്ടല്ലോ. ആ കിളിക്കൂടുകൾക്കകത്ത് പല പക്ഷികളും ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അവിടെ ഷാജി സൗരനിരിക്കുന്ന കണ്ടല്ലോ. അനന്തുവിനെ കിളിക്കൂടിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന കർത്താവ് ഈ മകനെ കിളിക്കൂടിൻ്റെ വെളിയിൽ കൊണ്ടുവന്നു. അതെങ്ങനെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ കൂട്ടിൽ അടച്ച സംഭവമാണ്. അവിടെ പെരുന്നാളിനെന്നും പറഞ്ഞു പോയാൽ കൂട്ടുകാർ ബിയർ കൊടുത്തു. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ, ഒരു പുകയിലാ തുടങ്ങുക. ഞാൻ ന്യൂമാൻസ് ഹോസ്റ്റൽ SB കോളേജിൽ പഠിക്കുമ്പോൾ, ന്യൂമാൻസ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വാർഡൻ അച്ഛനുണ്ട്, പരുവപ്പറമ്പിലച്ഛൻ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. മക്കളെ, 210 മാർക്ക് മാത്രം മേടിച്ച് ഇവിടെ നന്നായിട്ട് പഠിച്ച് ഡോക്ടേഴ്സായി പോയവർ ഈ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. എന്നാൽ 500-ലധികം മാർക്ക് മേടിച്ച് ഇവിടെ വന്നിട്ട് വഴിയെ നടക്കുന്ന പിള്ളേരുടെ ഭാവി കളഞ്ഞവരുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കൊച്ചുബീഡിയെ തുടങ്ങി കഞ്ചാവിലും, കട്ടൻ കാപ്പിയെ തുടങ്ങി പട്ടച്ചാരായത്തിലും അവസാനിച്ചവരും ഈ ന്യൂമാൻസ് ഹോസ്റ്റലിൽ നിന്നുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുതെന്ന് പരുവപ്പറമ്പിലച്ഛൻ പറയുവാനും. ഞാനീ പറഞ്ഞ 2ാമത്തെ ഗ്രൂപ്പിലായിപ്പോൾ എന്നാ പറയാൻ, കട്ടൻ കാപ്പി എന്ന പട്ടച്ചാരായത്തിലും ഒക്കെ നടന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഒരു ബിയറിൻ്റെ ഒരു രുചി അന്ന് പിശാച് കൂട്ടിലടച്ചു, കിളിക്കൂട്ടിലടച്ചു അല്ലേ? അടച്ചു. എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന് എന്തുവാ എൻ്റെ ജീവിതം ഏത് നിലയിലാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടുന്ന് വേറെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിച്ചുമില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ വീണ്ടും അതിനെപ്പറ്റി ഒരു ലഹരിയുടെ ഓർമ്മ വന്നു. അതിനെപ്പറ്റിയുള്ള ലഹരി എന്നെ വേട്ടയാടാൻ തുടങ്ങി. എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? 8ാം ക്ലാസ്സിൽ പഠിക്കും. 13 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആരോ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചു. സുഹൃത്ത് വന്ന് വിളിച്ചു, നമുക്ക് ഒരു ഗ്ലാസ് ബിയർ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു.
അന്ന് യാന്ത്രികമായിട്ട് ഞാൻ അങ്ങ് പോയി അവരുടെ കൂടെ. ഇത് വാസ്തവത്തിൽ മനുഷ്യനെ ഇതിലാക്കുന്ന അവൻ്റെ സ്വഭാവമല്ല. അവൻ അഡിക്റ്റഡ് ആകുന്നത് വാസ്തവത്തിൽ മദ്യത്തിനല്ല, അല്ല, ഒരു ദുഷ്ട ആത്മാവിന്. അതൊരു വ്യക്തിയാണ്. പുതിയ നിയമത്തിൽ ഭൂതമെന്നും ദുരാത്മാവെന്നും. നമ്മുടെ ഭാരതീയ ആൾക്കാരൊക്കെ പറയും നിനക്ക് കലി കയറിയോ അത് കയറിയോ എന്നൊക്കെ പറയുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ട്. ദൈവം ഉള്ളതുപോലെ തന്നെ പിശാചുണ്ട്. അവൻ കയറിയാൽ മുടിച്ചു തേച്ച് എഴുതുക എന്നൊക്കെ മലയാളത്തിൽ പറയും. യേശു പറയുന്ന മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ അവൻ വരുന്നത്. അവന് പേടി ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ, യേശുവിനെയും യേശു അകത്തുള്ളവനെയും. അതുകൊണ്ടാണ് ദുരാത്മാവ് ഇളകിയപ്പം പറയാം എനിക്ക് യേശുവിനെ അറിയാം, പൗലൂസിനെയും പേടിയുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു ഈ ഹൃദയത്തിൽ വന്ന നിമിഷം അന്ധകാര ശക്തി വിട്ടുമാറി. അപ്പൊ അങ്ങനെ അഡിക്റ്റഡ് ആകാൻ തുടങ്ങി. രണ്ടാമത്തെ തവണ പോയി ആകാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ തവണയും ഞാൻ അതിന് പോയി. അന്ന് 2 ഗ്ലാസ് ബിയർ കുടിക്കേണ്ടി വന്നു. ബിയർ കുടിച്ചു, മതിയെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും അതിനോടുള്ള ആസക്തി വിട്ടുമാറുന്നില്ല. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബിയറിനകത്ത് സ്വല്പം ബ്രാൻഡി കൂടി ചേർക്കാൻ തുടങ്ങി. അങ്ങനെ അത് കൂടി വന്ന് ഏകദേശം SLC പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമായപ്പോഴേക്കും ഏറ്റവും വലിയൊരു മദ്യപാനം. വീട്ടുകാർക്കൊക്കെ ഇത് എല്ലാവർക്കും അറിയായിരുന്നു. കാരണം ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പഠിച്ചത് തന്നെ 4 കോളേജിലാണ് സൗര. 2 വർഷമേ ഉള്ളൂ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. ആ 2 വർഷം പഠിച്ചത് 4 കോളേജ്. എല്ലാം ട്യൂട്ടോറിയൽ കോളേജിലാണ്. കാരണം അങ്ങനെ കിട്ടത്തുള്ളൂ. നമുക്ക് വലിയ മാർഗമൊന്നും കിട്ടിയിരുന്നില്ല. കാരണം ഇതിൻ്റെ പുറകെ നടന്നിരുന്നോണ്ട് എല്ലാം പഠനം എല്ലാം താറുമാറായിപ്പോയി. പിന്നെയും അവിടെ വെച്ചും മദ്യപിക്കാൻ തുടങ്ങി. ഷാജിവരന്റെ മദ്യപാനം നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. പ്രസിദ്ധനായ മദ്യപാനിയാണ്. കോളേജിലോട്ട് കയറുമ്പോൾ അധ്യാപകന്മാരെ പിടിച്ചു തള്ളുക, ഇതൊക്കെ സ്ഥിരം പതിവായി. അങ്ങനെ കോളേജിൽ നിർത്തത്തില്ല, ഉടനെ ഡിസ്മിസ് ചെയ്ത് വെളിയിലാക്കും. സസ്പെൻഡ് അല്ല, ഡിസ്മിസ് ചെയ്യും. മദ്യപാനം നമ്മളെ ഒരു എന്നാ പറയുന്ന ഒരു വയലന്റ് ആക്കുക. അങ്ങനെ ഈ 2 വർഷം പഠിച്ചത് 4 കോളേജില്ല. എന്നിട്ടും എനിക്ക് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പോലും തയ്ക്കുവാൻ പറ്റിയില്ല. കല്യാണം കഴിക്കുമ്പോഴും ഒക്കെ മദ്യപാനം ഉണ്ടോ? ഉണ്ട്. കല്യാണത്തിന് വന്നത് പള്ളിയിൽ കെട്ടാൻ വന്നത് കുടിച്ചിട്ടാ. അതെനിക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അത് സ്മെല്ലോ ഒന്നും എടുത്തില്ല, പക്ഷെ മണമില്ലാത്ത എന്തോ സാധനം ഉണ്ട്, അതാ കുടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണത്തിന് വന്നത്. ഈ കുടുംബജീവിതത്തിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് മദ്യപാന നിമിത്തമുള്ള പ്രയാസങ്ങളുണ്ടായോ? തോമസ് ബ്രദറെ, കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കാരണം 24 hours ഈ മദ്യമില്ലാതെ കിടക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ഞങ്ങളുടെ ബെഡ്റൂമിൽ കട്ടിലിൻ്റെ സൈഡിൽ ഒരു ഫുൾ കുപ്പിയും ഒരു കുപ്പി വെള്ളവും ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് നിറച്ച് വെച്ചേക്കും. ഗ്ലാസ് ഒഴിയാൻ സമ്മതിക്കത്തില്ല. അതേത് സമയം അങ്ങനെയാണ്. പുറത്ത് പോകുന്ന സമയമാണെങ്കിലും അത് ഒഴിച്ച് നിറച്ച് അടച്ചവിടെ വെച്ചിട്ട് ആർക്കും അത് എടുത്ത് കളയാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. രാവിലെ ഞങ്ങളൊക്കെ എണ്ണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കുമ്പോഴത്തേന് പറയും ഞാൻ ഇതാ വരുന്നെന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയാൽ പിന്നെ രാത്രി 1 മണി 2 മണി കണക്ക്. അല്ല, ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വരുമ്പോഴും ഇതാണ്, കയ്യിലൊരു 4 ബോട്ടിലേലും കുറഞ്ഞത് കാണും. 4 ബോട്ടിൽ അതുകൊണ്ടങ്ങ് സ്റ്റോക്ക് വെക്കുക. ഞങ്ങളുടെ അവസാനം വന്ന് എനിക്ക് ഈ കട്ടിലിനടിയിലെല്ലാം കുപ്പി കൂമ്പാരം കൊണ്ട് നിറഞ്ഞു. കാരണം ഞാൻ പിന്നീട് ഞാൻ എടുത്ത് കളയത്തില്ല, അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ തന്നെ ഞാനും ഇതങ്ങ് മടുത്തു അങ്ങ്. അപ്പോൾ അങ്ങനെ ആയി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. എനിക്ക് വന്നാൽ തന്നെ 1 മണിയാവും. 1 മണിയാകുമ്പോൾ ഓട്ടോക്കാരോ വല്ല, പപ്പ അന്ന് വണ്ടിയുണ്ട്, പപ്പ കൊടുത്തു വിടത്തില്ല. വരുമാന മാർഗം എന്തുവാ? ഫർണിച്ചർ കട ഉണ്ടായിരുന്നു പപ്പായ്ക്ക് ഫർണിച്ചർ കട ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു സോല. എനിക്ക് സ്മഗ്ലിംഗ് ഉണ്ടായിരുന്നു. അവത്തിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ കൂട്ടുകാർ എല്ലാം ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ കുടിച്ചു എല്ലാം ജോലി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ 1 മണിക്കും
2 മണിക്കൊക്കെ. ഞാനപ്പോൾ വരുന്നത് വരെ തിണ്ണയിലിങ്ങനെ കാത്തിരിക്കും. പപ്പായും മമ്മിയും പോയി കിടക്കും. എൻ്റെ അടുക്ക പറയും നീ പോയി കിടക്ക്, അവനിപ്പം ചിലപ്പം വന്നേലുമായി വന്നില്ലേലുമായി. എങ്കിലും എനിക്കൊരു സമാധാനമില്ല, ഞാൻ കിടക്കത്തില്ല. ഞാൻ അവിടെ ആ തിണ്ണയ്ക്ക് എല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് ഇങ്ങനെ വരവും കാത്തിരിക്കും. ഓട്ടോക്കാർ കൊണ്ടുവന്ന് ഗേറ്റിലോട്ട് ഓട്ടോയെന്ന് പിടിച്ചിറക്കി ഗേറ്റിലോട്ട് പിടിപ്പിച്ചിട്ട് അവരങ്ങ് പോകും. ഞാൻ അപ്പോഴത്തേനും ഡോറ് തുറന്ന് ഇറങ്ങിച്ചെന്ന് പിടിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് അങ്ങ് വീണ് കഴിയുമ്പം പിന്നെ അവിടുന്ന് എനിക്ക് വലിച്ചു പൊക്കാൻ മേലല്ലോ എന്നും കണ്ടുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ നിന്നിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തോമസ് കുട്ടി ബ്രദറെ, ദൈവമേ ഈ വീഴ്ച അങ്ങ് മരിച്ചു പോയെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് അന്നേരം ആ പ്രയാസമേ ഉള്ളല്ലോ, എനിക്ക് ഈ കാഴ്ച കാണാൻ ദൈവമേ എനിക്ക് വയ്യ, അത്രയ്ക്ക് ഞാൻ മടുത്തു. അത് കയറി വന്നാൽ പിന്നെ സമാധാനമില്ല. പിന്നെ അടുത്ത എത്ര ലെവലില്ലാതെ വന്നാലും അടുത്ത കുപ്പി പൊട്ടിക്കുക, ഒഴിക്കുക, കുടിക്കുക. അങ്ങനെയാണ്. ഉറക്കം എന്ന് പറയുന്ന സാധനം ഇല്ല. ആഹാരം കഴിക്കത്തില്ല. അതൊക്കെ ആയിരുന്നു ഭയങ്കരമെന്ന് പറഞ്ഞാൽ എനിക്ക് തോമസ് കുട്ടി ബ്രദറെ അത് വർണ്ണിക്കാൻ എന്നെ പറയേണ്ടിയെന്ന് എനിക്ക് അറിയാൻ മേല. അതിൻ്റെ കുടിയന്മാരെ കണ്ടിട്ടുണ്ട്, കുടിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അവസ്ഥ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അത് ലോകത്തിൽ തന്നെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റത്തില്ല തോമസ് കുട്ടി ബ്രദറെ. അതുപോലെ ഭീകരമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ ഈ സത്യം പറഞ്ഞ കഥകളിൽ പോലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഭീകര അവസ്ഥയെന്ന് പറയുന്നത്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഷായിച്ചായ നിങ്ങൾ പുറത്തൊന്നും പോവണ്ട, ഒരു കാര്യം ചെയ്യും, ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് IV പോലെ ഇട്ട് അങ്ങ് കിടക്ക്, ഒന്നുമല്ലേ മദ്യം അങ്ങനെ അങ്ങ് കിടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പോവണ്ടല്ലോ, ഒന്നുമല്ലേ എനിക്ക് സമാധാനം ഉണ്ടല്ലോ, ആളിവിടെ ഉണ്ടെന്ന്. ഏതെങ്കിലും വണ്ടിയുടെ കീഴിൽ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഏതെങ്കിലും വണ്ടിയുടെ കീഴിൽ അരഞ്ഞ് ചതഞ്ഞ് കിടക്കത്തേ ഉള്ളെന്ന്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള മദ്യപാനം എന്ന് പറഞ്ഞാൽ എനിക്കത് വർണ്ണിക്കാൻ പറ്റത്തില്ല തോമസ് കുട്ടി ബ്രദറെ. അങ്ങനെ രാത്രി വരും, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, എന്നെ ഉറക്കത്തില്ല, ഇങ്ങനെ വഴക്കും പറഞ്ഞ് അവസാനം വന്നപ്പോഴത്തേന് ഭയങ്കര അടി ഉപദ്രവവും എല്ലാമായി. അപ്പം ഞാൻ തീരുമാനിച്ചു, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസം അതിൽ കൂടുതൽ അപ്പുറം അങ്ങോട്ട് പോകത്തില്ല, ഷാജി മരിച്ചു പോകും, തയ്യാറായിട്ടിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ബ്ലഡെല്ലാം പോകുന്നത് കണ്ടപ്പോഴേ എനിക്കും അത് ഉറപ്പായി ഈ ലോകത്തിൽ ഇനിയും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരെന്തോന്ന് വന്നു, ഷായിച്ചാൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കും വേണ്ട ജീവിതം. അങ്ങനെ ഞാനൊരു ദിവസം തീരുമാനമെടുക്കുക, ഞാൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ള തീരുമാനമെടുത്തു. ഞാൻ ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പം ഷായിച്ചാൻ മദ്യപിച്ച് ലെക്ക് കെട്ട് വന്ന് ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അന്ന് എൻ്റെ കുഞ്ഞ് 2.5 വയസ്സേ ഉള്ളൂ മൂത്ത ആളിന്. അവന് ബെഡിലിങ്ങനെ ഒരു സൈഡിലിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ അവിടെ കുത്തിയിരുന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ ഞാനിനി എന്തിനു വേണ്ടി ജീവിക്കണം? ഈ വ്യക്തി എന്തായാലും ഒരു 3 മാസം ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാൻ 2 ആഴ്ച പോലും തികയ്ക്കത്തില്ലെന്ന്. അത്രയ്ക്ക് സീരിയസ് കേസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ രാത്രി മരിക്കണം. ഈ വ്യക്തി രാവിലെ ഗ്ലാസ് കൊണ്ട് മദ്യം എടുക്കാനായിട്ട് എണീക്കുമ്പോൾ എൻ്റെ ഡെഡ് ബോഡിയെ കാണാവുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്ത് 15 സ്ലീപ്പിംഗ് പിൽസ് ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഞാൻ കഴിക്കാൻ ഒരു കയ്യിൽ സ്ലീപ്പിംഗ് പിൽസ് മറുകൈ വെള്ളവും എടുത്ത് ഞാനിങ്ങനെ വായിലോട്ട് കൊണ്ടുപോകുമ്പം പെട്ടെന്ന് എന്നോട് ഒരു ചോദ്യം, ഇന്ന് നീ ഇത് കഴിച്ചു മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? അപ്പം ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു. ആത്മാവ് എവിടെ പോകും എന്നുള്ള ബൈബിൾ വചനം ഉള്ളിലോട്ട് കയറുക. എനിക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്നോ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ഒരു വ്യക്തി പറയുന്നത് പോലെ പറയാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല, എനിക്ക് അനുഭവമില്ല, എനിക്ക് അറിയത്തുമില്ല. ഈ ശബ്ദം ഞാൻ ഒന്നല്ല തോമസ് കുട്ടി ബ്രദറെ 3 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ഇത് കേൾക്കുക. ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും ഇത് തന്നെ. അപ്പോൾ ഞാൻ കൈ താത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാനത് ചിന്തിച്ചു, ദൈവമേ ഇവിടെ എനിക്ക് ഒരു സമാധാനവുമില്ല. അപ്പോൾ ആ പറഞ്ഞതിൽ എന്തോ ഒരു വാസ്തവം ഉണ്ടല്ലോ, പക്ഷേ അവിടെ സമാധാനമില്ല. അപ്പോൾ അത് എന്നെ ഭരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഈ ടാബ്ലറ്റ് വെള്ളം ഗ്ലാസ്സിൽ താത്ത് വെച്ച് ടാബ്ലറ്റ് ഞാൻ ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞു. അന്ന് ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്തു, ഇനി എന്ത് പ്രശ്നം നേരിട്ടാലും എന്ത് തരണം ചെയ്യേണ്ടി വന്നാലും ഏത് കഷ്ടതയിൽ കൂടെ പോയെന്ന് പറഞ്ഞാലും ആത്മഹത്യ എന്നൊരു കാര്യം ഞാൻ ചെയ്യത്തില്ല.
യേശുവിന് വിടുവിപ്പാൻ പറ്റാത്ത ഒരു വിഷയം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സിലായി. എന്നെ ഇത്രയും അന്ധകാരത്തിൽ നിന്ന് കർത്താവിന് വിടുവിക്കാൻ പറ്റിയെങ്കിൽ ഈ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിപ്പാൻ, എൻ്റെ ഭർത്താവിനെ വിടുവിപ്പാൻ എൻ്റെ ദൈവം മതിയായി. അങ്ങനെ ആ കടയിലിരിക്കുമ്പം എന്നോട് മുമ്പേ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, എന്നെ വിടത്തില്ല. അങ്ങനെ ആ വ്യക്തി എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അമ്മാമ്മ ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലയോ, ഈ ലിവിസ്ലി പ്രയർ. ഒരു വ്യക്തി അവിടെ വന്നു, കടയിൽ വന്നു. അപ്പം എൻ്റെ അടുക്ക പറഞ്ഞു, അമ്മാമ്മ ഇവിടെ വെറുതെ ഇരിക്കുമല്ലയോ, അമ്മാമ്മ ഒന്ന് വാ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വാ, ഞങ്ങൾ കുടുംബമായിട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ കൊണ്ടുവിടാം അമ്മാമ്മേ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഷായിച്ചാനോട് ചോദിച്ചു, ഷായിച്ചാൻ ഞാനൊന്ന് പൊക്കോട്ടെ. അത് ചോദിച്ചത് ഒരു ഭയങ്കര പൊട്ടിത്തെറി. പോവോ വരുവോ എന്തെങ്കിലും ചെയ്തോണം, എൻ്റെ അനുവാദത്തോടു കൂടെ പോകണ്ട എന്ന് പറഞ്ഞു. എന്നാലും ചെറിയൊരു ചാലിട്ട് കൊടുത്തു. അപ്പം ഞാൻ സാധാരണ ഇത്രയും കയർത്ത് പറഞ്ഞാൽ ഞാൻ പോകാറ് പതിവില്ല, പിന്നെ അതവിടെ ഒരു വഴക്കായി തീരും. അതുകൊണ്ട് ഞാൻ പോകാറ് പതിവില്ല. എന്തായാലും ഇതിന് ഞാൻ അങ്ങ് പോയി, രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. അങ്ങനെ 3-ാമത്തെ ആഴ്ചയിൽ ഇവർ വന്ന് വിളിച്ച്, ഞാൻ ഷായിച്ചാ ഞാൻ പോവാന്ന്. അപ്പോൾ ആദ്യത്തെ അത്രയും കടുപ്പീരില്ല, വഴക്കിൻ്റെ ഒരു ഇതില്ല, ഇറങ്ങി. അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞപ്പം ഞാൻ കടയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, സാലി ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ 5 അല്ല 10 മിനിറ്റ് വേണേലും നിൽക്കാം, ഒന്ന് വന്ന് കിട്ടിയാൽ മതിയെന്ന് ഇങ്ങനെ ഞാൻ ഉള്ളി പ്രാർത്ഥിച്ചു. അങ്ങനെ അങ്ങനെ ഹെവൻലി ഫീസ്റ്റിൽ ആദ്യമായിട്ട് ചെല്ലുന്നു. പാസ്റ്റർമാരെ എല്ലാം വിമർശിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ, ഉപദേശിമാരെ എല്ലാവരും. എനിക്ക് അവരെ ഒന്നും താല്പര്യമില്ല. ആ സമയം ആ സ്വർഗീയൻ്റെ ഒരു മീറ്റിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അപ്പം റെജി ബ്രദറും കുറേ ആൾക്കാരും എല്ലാം അവിടെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോസ്റ്റർ വെക്കുന്ന കണ്ടു. എൻ്റെ കടയുടെ ഓപ്പോസിറ്റിൽ 2 കമുകുണ്ട്, അവിടുത്തെ പിടിച്ച് കെട്ടി ബാനർ കെട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ പെറ്റ്സിനെ എടുത്തുകൊണ്ട് ട്രിവാൻഡ്രത്തു നിന്ന് വന്നിറങ്ങിയിരിക്കുന്ന സമയം രാത്രി 2 മണി, വെളുപ്പിനെ 2 മണിയായി. നല്ല മദ്യലഹരിയില്ല. അപ്പം ആ സമയത്ത് അവിടെ നിന്ന് ഇവർ ബാനർ കെട്ടിയതാണ്. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവറിൻ്റെ പേര് കുട്ടൻ. ഞാൻ പറഞ്ഞു, കുട്ട അവിടെ എന്തുവാടാ അവന്മാർ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ അവിടെ ഏതാണ്ട് ബാനർ കിട്ടുക. ഞാൻ ഒന്ന് നോക്കിയാടാന്ന് ചോദിച്ചു. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതമെന്ന് ഏതാണ്ട് ഒരു ബോർഡ് അവിടെ കാണുമെന്ന് പറഞ്ഞു. ഇവന്മാർക്കൊന്നും ഒരു പണിയില്ലയോ, വീട്ടിലങ്ങനെ പോയി കിടന്ന് ഉറങ്ങാനില്ലയോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്നവരിൽ ആരോ ഒരാൾ പറഞ്ഞു, അതൊരു മദ്യപാനിയുടെ കടയാണ്. റെജിബറിനോട് പറഞ്ഞു, ഒരു മദ്യപാനിയുടെ കടയാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, റെജിബർ പറഞ്ഞു, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെ അങ്ങോട്ട് കടയിലോട്ട് കയറി വന്നു. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, എന്ത് വേണം ചെയ്തോളാം പറഞ്ഞു. എനിക്ക് ആരാന്നൊന്നും അറിയത്തില്ല. അപ്പം പറഞ്ഞു, അതിനൊക്കെ ശേഷമാണ് മീറ്റിങ്ങിന് വരുന്നത്. മീറ്റിങ്ങിന് പോയാൽ എന്താ സംഭവിച്ചത്? എനിക്ക് ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. എൻ്റെ ജീവിതത്തിലോട്ട് എന്തോ ഉള്ളിലോട്ട് ഏതോ ഒരു പരിശുദ്ധാത്മാവ് കയറുന്ന പോലെ എനിക്ക് ഒരു തോന്നൽ കയറി. പരിശുദ്ധാത്മാവ് കയറി? തോന്നലല്ല, കയറി. എനിക്ക് മറ്റൊന്നും ഓർക്കുന്നില്ല. എനിക്കൊന്നും, ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുപോലെ അങ്ങ് ആയി. ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ എന്തോ ശരീരത്തിൽ നിന്ന് പോയി കാണും. ദൈവാത്മാവ് വന്ന് കയറിയത് സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് കുടിക്കാൻ തോന്നിയില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ അത് മറന്നേ പോയി. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്ത പോലെ. ഈ മിറക്കിൾ കാണണ്ടേ ലോകം. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ. അത് ഏത് വർഷമാ? 2006 അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് ദുരാത്മാവ് വിട്ടുമാറി, മദ്യപാനത്തിൻ്റെ ദുഷ്ടശക്തി വിട്ടുമാറി, പരിശുദ്ധാത്മാവ്, നമ്മുടെ ഭാരതീയർ ദൈവ ചൈതന്യം എന്നൊക്കെ പറയും, കാത്തലിക്സ് ചിലർ ദൈവത്തിൻ്റെ അരൂപി എന്ന് പറയും. ശരിയായ നല്ല പരിശുദ്ധാത്മാവ്, ദുരാത്മാവ് ഇറങ്ങി മാറി, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്ന് കുടിക്കണമെന്നുള്ള ചിന്ത മാറി. അന്ന് അവിടെ വെച്ച് ഇനി കുടിക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ? കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ കുടിക്കാൻ തോന്നുന്നവരെയും ഈ നിമിഷം വരെയും ഒന്നും ആ ഒരു ചിന്ത പോലും. നിങ്ങൾ ആ മോന്റെ കയ്യിൽ കൈപിടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. മോനെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ മൈക്ക് മേടിച്ച് യേശുവിന്റെ നാമത്തിൽ മദ്യപാനികൾ വിടുതലാട്ടെ, കൽപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ആൾക്കാരുടെ ജീവിതത്തിൽ കർത്താവേ പൂർണ്ണ നിറവ്, എല്ലാ നിറവിനാലും നിന്നെ നിറയ്ക്കാമെന്ന് അറിയിച്ചിരുന്ന യേശുവിന്റെ നാമത്തിൽ എന്ത് ഭാരമായിക്കോട്ടെ കർത്താവേ, ഒരു കുശവൻ തന്റെ കയ്യിലെ കളിമണ്ണെടുത്ത് മെനയുന്ന പോലെ
തന്നെ യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവിധ ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ തന്നെ Amen. ഇപ്പോൾ തന്നെ we are casting it out in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവിധ അടിശനകളും യേശുവിന്റെ നാമത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോകട്ടെ. എല്ലാവിധ രോഗങ്ങളും മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാത്ത രോഗങ്ങളെ ഇന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നിന്നെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ജീസസ് ക്രൈസ്റ്റ് വിൽ സെറ്റ് യു ഫ്രീ. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവിധ രോഗങ്ങളും എല്ലാവിധ ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ തന്നെ right now to be healed in the name of Jesus Christ. Amen. ഇപ്പോൾ മോൻ പ്രാർത്ഥിച്ചപ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറിയിരിക്കാൻ സ്തോത്രം, രോഗികൾ സൗഖ്യമായിരിക്കാൻ സ്തോത്രം. ഇതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാൻ പോകുന്ന എല്ലായിടത്തും വിടുതലാകട്ടെ. ഇന്ന് ഈ വീടൊരു സ്വർഗമായതുപോലെ അവരുടെ വീടുകൾ സ്വർഗമാകട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും ശുശ്രൂഷകരായി മാറട്ടെ. കർത്താവേ, വലിയൊരു ലോകത്തെ തൊടുന്ന ഒരു തേർഡ് പെന്തക്കോസ്റ്റ്, ഹല്ലേലൂയ, ലോകമെങ്ങും വ്യാപിക്കുന്ന ഒരു ഉണർവ് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നന്ദിയോടെ സ്തോത്രം. തങ്കുപറിലൂടെ ദൈവാത്മാവ് ഓർപ്പിച്ച പോലെ 800 കോടി ജനങ്ങളെയും തൊടുന്ന ആ സുവിശേഷം കേൾക്കുന്ന ഒരു വലിയ ഉണർവുണ്ടാകട്ടെ. വി ബ്ലസ് യു in Jesus' name. Amen. Hallelujah.